ഇരുളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ 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 നമ്മൾ എഞ്ചിനീയർമാര് അതിന്റെ പിന്നെ പ്ലാൻ കംപ്ലീറ്റ് തരും. അത് വെച്ചിട്ട് നമ്മൾ പിന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ വേറെ രൂപമുള്ളത് നമ്മൾ വീട്ടിൽ പോയിട്ട് അതിൻ്റെ അളവ് കൃത്യമായിട്ട് അതിൻ്റെ അളവ് ശേഖരിച്ച് ആ രീതിയിൽ തന്നെ നമ്മൾ കൊണ്ട് സെറ്റ് ചെയ്തു. ആളുകൾക്ക് പ്രധാനമായിട്ടുള്ള സംശയം, ഇതുപോലുള്ള വലിയ മരങ്ങളൊക്കെ എടുക്കുമ്പോൾ ചെതല് പിടിക്കില്ല എന്ന് എത്ര പറഞ്ഞാലും ഒരു വിശ്വാസം വരില്ല. എന്താണ് ചെതല് പിടിക്കില്ല എന്ന് പറയാൻ കാരണം? അതായത് ഇത് ഒരു നമ്മൾ ഇപ്പോൾ ഒരാൾ ഇത് വാങ്ങുകയാണെങ്കിൽ ഈ ഇരുള് പറഞ്ഞ മരം നമ്മൾ ഏകദേശം എത്ര മുതലാണ് അതിൻ്റെ ഒരു റേറ്റ് വരുന്നത്? ഒരു 60 കുബിക്കിൽ കൂടുതലുണ്ടെങ്കിൽ അത് നമ്മൾ ഏത് ഭാഗത്തേക്കാണെങ്കിലും ഫ്രീ ഡെലിവറി ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കും. ഹായ് ഫ്രണ്ട്സ്, വീട് പണിക്ക് പണ്ട് കാലം മുതൽക്കേ തന്നെ മരത്തടികളാണല്ലോ ഉപയോഗിച്ച് വരുന്നിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായി മറ്റ് പല മെറ്റീരിയലുകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കൂടി മരത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ പ്രൗഢി ഒരിക്കലും കുറഞ്ഞിട്ടില്ല. വീട് പണിയുടെ ആരംഭത്തിൽ വീടിൻ്റെ കട്ടില വെക്കുന്നത് മുതൽ വീടിൻ്റെ അവസാനം വരെയുള്ള സ്റ്റേജുകളിൽ ഒരുപാട് രീതിയിലുള്ള വുഡുകൾ ആവശ്യമുണ്ട്. കേരളത്തിൽ എവിടെയും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള മർബോ അല്ലെങ്കിൽ ഇരുള് തുടങ്ങിയ മരത്തടികൾ കൊണ്ട് വാതിൽ കട്ടില, ജനലുകൾ ഒക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന കള്ളിയത്ത് ടിമ്പേഴ്സിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, കുറച്ച് മുമ്പ് നമ്മൾ വുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹിൽ വുഡിൻ്റെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അതിനൊക്കെയുള്ള ഒരു മറുപടി കൂടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ വീട് പണിക്ക് നിങ്ങൾക്കൊക്കെ ഇതുപോലുള്ള വലിയ വുഡാണെങ്കിലും ചെറിയ വുഡാണെങ്കിലും വീടുകളിൽ വന്നിട്ട് നിങ്ങൾ ഇവരുടെ സേവനങ്ങൾ നൽകുന്ന ഒരു ടീം കൂടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം വലിയ പർച്ചേസൊക്കെ ആണെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു ഫ്രീ ഡെലിവറി കൂടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. വീടിൻ്റെ കട്ടിലുകൾക്ക് മരങ്ങൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ മർബോ, കൊയില, അതുപോലെ ഇരുള് ഇതുപോലുള്ള മരങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കള്ളിയത്ത് ടിമ്പേഴ്സിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ കള്ളിയത്ത് ടിമ്പേഴ്സിലെ സംശിക്ക, അതെ അതെ ഇവിടെ വുഡുമായിട്ട് ബന്ധപ്പെട്ടേ ആളുകൾക്ക് കുറെ സംശയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ എവിടെയും ഈ ഒരു പ്രൊഡക്റ്റ് ആളുകൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിന്റെ കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ആളുകൾക്ക് പ്രധാനമായിട്ടുള്ള സംശയം, ഇതുപോലുള്ള വലിയ മരങ്ങളൊക്കെ എടുക്കുമ്പോൾ ചെതല് പിടിക്കില്ല എന്ന് എത്ര പറഞ്ഞാലും ഒരു വിശ്വാസം വരില്ല. എന്താണ് ചെതല് പിടിക്കില്ല എന്ന് പറയാൻ കാരണം? അതായത് ഇപ്പോൾ ഈ മരങ്ങളിൽ ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതായത് 100% നമ്മൾ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന മരമാണ് ഒന്ന്. ഫസ്റ്റ് നമ്പർ 1 ഇരുള് എന്ന് പറഞ്ഞ മരം നമുക്ക് ഏത് കാലത്ത് ഏത് കാലാവസ്ഥയിലും ഏത് ഭാഗത്തും ഉപയോഗിക്കാൻ പറ്റിയ മരമാണ്. ചെതല് പൊടിക്കൂല എന്നുള്ള 100% നമുക്ക് ഗ്യാരണ്ടി ആണ്. ഒന്നും അങ്ങനെ ഒന്നും വരില്ല. രണ്ടാമത് നമ്മൾ പറയുന്നതാണ് ഒന്ന് മർബോ പിന്നെ കൊയില. ഈ 3 മരങ്ങളും നമുക്ക് 100% ഗ്യാരണ്ടിയോട് കൂടിയിട്ട് നമുക്ക് പാർട്ടിക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒരുപാട് മരങ്ങൾ ഇറങ്ങി, അതിൻ്റെ ഒരുപാട് മരങ്ങൾ പല ജാതി ലോ ക്വാളിറ്റി മരങ്ങൾ ഇറങ്ങിയത് കൊണ്ടാണ് ആളുകൾക്ക് അങ്ങനെ ഒരു സംശയം വരാൻ കാരണം. അതാണ് പ്രധാനം അല്ലേ? ആളുകൾക്ക് ഏതാണ് നല്ലത് ഏതാണ് മോശം എന്ന് അറിയാൻ പറ്റുന്നില്ല. അതെ, തീർച്ചയായിട്ടും. അത് അറിയിച്ചു കൊടുക്കുകയാണ് നമ്മളെ ലക്ഷ്യം. അതിന് തന്നെയാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും. ഇവിടെ ഈ ഇരുളല്ലാതെ ഏതൊക്കെ മരമുള്ളത്? ഇവിടെ ഒരുപാട് ഐറ്റംസ് മരങ്ങളുണ്ട്. അതായത് ഇരുളുണ്ട്, കൊയില, മർബോ, അതുപോലെ പിന്നെ വയലറ്റ്, പിന്നെ WPL, ടാറ്റാബു, പിന്നെ നാടൻ മരങ്ങള്. പക്ഷെ എങ്കിലും അതൊക്കെ ആണെങ്കിലും ഈ വയലറ്റ്, WPL, ടാറ്റാബു എന്നൊക്കെ പറഞ്ഞ് ഈ തീരദേശ മേഖലയിലേക്കാണ് കുറച്ച് കൂടുതൽ പോകുന്നത്. അത് പ്രധാനമായിട്ട് എടുത്ത് പറയണം കേട്ടോ. നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഫുള്ള് തീരാണ്, മറ്റു സൈഡ് തീരല്ലാത്ത പ്രദേശമാണ്. അപ്പൊ ഓരോ ഏരിയയിലേക്ക് ഓരോ തരം മരങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. തീർച്ചയായിട്ടും. അപ്പൊ തീരപ്രദേശത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മരം അതൊന്ന് പറഞ്ഞു. തീരപ്രദേശത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മരമാണ് ഒന്ന് വയലറ്റ്, ഒന്ന് ടാറ്റാബു, മൂന്നാമത് WPL. ഈ സാധനങ്ങള് പിന്നെ കുറച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ചെതല് വരാൻ സാധ്യതയുള്ള മരങ്ങളാണ്. പക്ഷെ അത് തീരദേശ മേഖലകൾക്ക് ഉപ്പുള്ള മേഖലകൾക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന മരങ്ങളാണ്. കുറച്ച് ഇരുളിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് റേറ്റ് കുറച്ച് കുറഞ്ഞ് നിൽക്കുന്നതാണ്. അപ്പോ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതെ, തീരപ്രദേശത്തൊക്കെ ഈ മെറ്റലിന്റെ ഒക്കെ ഉപയോഗിക്കുമ്പോഴും പ്രശ്നം വരാണ്ട്, തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് മരമാണ് അവിടെ അനുയോജ്യം
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പോൾ വുഡുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആളുകൾക്ക് ഇപ്പോൾ വുഡ് വീട്ടിൽ ചെയ്യണം. പണ്ടൊക്കെ അവർ ആശാരിനെ വിളിച്ച് മരം വാങ്ങി അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു. അതിൻ്റെ ഇടക്കാണ് ഈ സ്റ്റീലും ഇതൊക്കെ കയറി വന്നത്. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് അവിടെ വീട്ടിൽ വന്ന് അളവെടുത്ത് പോവാം, എന്നിട്ട് ഡയറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നിങ്ങൾക്ക് ആ ഒരു സിസ്റ്റം ഉണ്ടോ? അത് എങ്ങനെയാണ് ഇവിടുന്ന് ഒരാൾ പർച്ചേസ് ചെയ്യേണ്ടത്? ഇവിടെ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ശരിക്കും നമ്മൾ ഈ മരം ആശാരിമാർ വന്നിട്ട് സൈസായിട്ട് പർച്ചേസ് ചെയ്ത് പോകും. രണ്ടാമത് നമ്മൾ നമുക്ക് വലിയ ഫാക്ടറി ഉള്ളതാണ്. അവിടെ നിർമ്മാണ ഫാക്ടറിയിൽ പിന്നെ നമ്മൾ ഇപ്പോൾ പഴമക്കാർ പറഞ്ഞ പോലെ നാടൻ ആശാരിമാരെ വെച്ചും കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ എല്ലാവിധ ഏതൊക്കെ ഭാഗങ്ങളിലാണോ പിന്നെ നോക്കേണ്ടത് ആ ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ മാത്രമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. കള്ളിയത്ത് എന്നുള്ള കള്ളിയത്തിൻ്റെ ആ പേര് ഏത് രീതിയിലാണോ ആ രീതിയിൽ തന്നെയാണ് ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ എഞ്ചിനീയർമാർ അതിൻ്റെ പിന്നെ പ്ലാൻ കംപ്ലീറ്റ് തരും. അത് വെച്ചിട്ട് നമ്മൾ പിന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ വേറെ രൂപമുള്ളത് നമ്മൾ വീട്ടിൽ പോയിട്ട് അതിൻ്റെ അളവ് കൃത്യമായിട്ട് അതിൻ്റെ അളവ് ശേഖരിച്ച് ആ രീതിയിൽ തന്നെ നമ്മൾ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ വീട്ടിൽ പോയിട്ട് അളവെടുത്തിട്ടും നിങ്ങൾക്ക് വേണ്ട വുഡുകൾ കളക്ട് ചെയ്യുക, അതല്ലെങ്കിൽ ഫോണിലൂടെ വിളിച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഇപ്പൊ നേരിട്ട് വരുന്ന ആൾക്കാർക്ക് അത് ഏറ്റവും എളുപ്പം. തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെ നമ്മള് വീട്ടിൽ പോയി അളവെടുത്ത് കേരളത്തിൽ എല്ലായിടത്തും ചെയ്ത് കൊടുക്കുന്നു പറയുമ്പോൾ ഈ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും, ഇപ്പൊ നമ്മളുള്ളത് തിരൂരാണ്, കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അതായത് ഞങ്ങളിപ്പോൾ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. അതിന് നമ്മൾ ഈ മരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60 കുബിക്കിൽ കൂടുതലുണ്ടെങ്കിൽ അത് നമ്മൾ ഏത് ഭാഗത്തേക്കാണെങ്കിലും ഫ്രീ ഡെലിവറി ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കും. 60 കുബിക്ക് അത്യാവശ്യം 3-4 കട്ടിലുകളൊക്കെ കഴിയുമ്പോൾ തന്നെ 60 ആയല്ലോ. ഏകദേശം ഒരു വണ്ടിക്ക് ഉണ്ടാവും. 60 കുബി 70 കുബി എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്ക് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ നേരിട്ട് ഡയറക്റ്റ് പിന്നെ അവരെ സൈറ്റ് ഏതാണോ അവിടെ ഡെലിവറി ചെയ്ത് കൊടുക്കും. ഫ്രീ ഡെലിവറി ആയിട്ട് കൊടുക്കും. അതെ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മൾ നിർമ്മിച്ച് കൊടുക്കുന്ന സാധനങ്ങളും ഇത്രയും കുവിയിലുള്ള സാധനങ്ങളാണെങ്കിൽ നമ്മൾ മേൽ പറഞ്ഞ ആ രീതിയിൽ 60 കുവിക്കുള്ള സാധനങ്ങളാണെങ്കിൽ ഉണ്ടാക്കിയ പിന്നെ എന്താണോ ഉണ്ടാക്കിയത് കട്ടിലുകളാണെങ്കിൽ അതല്ല പൊളി വർക്കാണെങ്കിൽ അത് നമ്മൾ സൈറ്റിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കും. അതെ. ഈ കാണുന്നതാണ് മരം അല്ലേ? ഇതാണ് അതെ ഇതിലുള്ള ഇത് നമുക്ക് ഫ്രണ്ട് കട്ടില വെക്കുന്നതാണ്. എല്ലാരും ഇപ്പൊ അതങ്ങനെ വെക്കുന്നത്. നല്ല ഡിസൈൻ ആക്കിയിട്ട് വലിയ ഡോറൊക്കെ ആയിട്ട് കൊടുക്കാനുള്ള. അപ്പോൾ ഇത് ഒരു നമ്മൾ ഇപ്പോൾ ഒരാൾ ഇത് വാങ്ങുകയാണെങ്കിൽ ഈ ഇരുള് പറഞ്ഞ മരം നമ്മൾ ഏകദേശം എത്ര മുതലാണ് അതിൻ്റെ ഒരു റേറ്റ് വരുന്നത്? അത് റേറ്റ് വരുന്നത് നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു കട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് നമ്മളെ ഈ ഭാഗങ്ങളിലൊക്കെ 4-3 എന്ന 4x3 അതായത് 4 വീതി 3 കനായിട്ടുള്ള അതാണ് വരുന്നത്. അതെ അത് നമ്മളൊരു 4050 മുതൽ 4000 മുതൽ 4100 വരെ കൊടുക്കുന്നുണ്ട്. അത് അതിൻ്റെ പിന്നെ വരുന്ന ആളുകളെ ഇതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. 4000 മുതൽ ചെയ്യുന്നുണ്ട്. ക്യൂബിക് റേറ്റ്. അതെ. പിന്നെ അതിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് അതിന്റെ ചെറിയ മാറ്റങ്ങൾ ഇതിന് വരുന്നുണ്ട്. അതാണ് നമ്മളെ ഇരുളിന്റെ കാര്യം. ഇനി അടുത്ത ഏതാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്? ഇതാണ് അല്ലേ? അതെ. ഇതെന്താണ് ഒരു നല്ല അതെ പിന്നെ മർബോ എന്ന് പറഞ്ഞ മരമാണത്. മർബോ ഇത് ഒരു വില്ലൻ തന്നെയാണ് സംഗതി മാർക്കറ്റിൽ. കാരണം അത്ര ഇരുളിന്റെ അതേ പിന്നെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന മരം. ഒന്നും സംഭവിക്കൂല. അയ്യേ ചെതിലെടുക്കൂല. ഭയങ്കര വെയിറ്റ് ഉള്ളത്. ഭയങ്കര ഒന്ന് പൊന്തിച്ചു നോക്കണേ. അതാ പറയുന്നത്. ഇന്തോനേഷ്യനാണ് മർബോ എന്ന് പറഞ്ഞ സാധനം വരുന്നത്. അതുപോലെ കൊയില എന്ന് പറഞ്ഞത് നമ്മൾ മലേഷ്യ. ശരിക്കും മലേഷ്യ എന്ന് പറയുന്നല്ല ന്യൂ പപ്പുവഗനിയന്റെ ആണ് ഈ കൊയില എന്ന് പറഞ്ഞ സാധനം. ബർമ എന്ന് പറഞ്ഞ ഇരുളാണ്. ശരിക്കും ആളുകളെ മലേഷ്യൻ ഇരുൾ എന്നാണ് പറയല്. പക്ഷെ മലേഷ്യയിൽ പോയാൽ നമുക്ക് ഒരു കഷ്ണം പോലെ ഇരുൾ കിട്ടില്ല. അതാണ് അതിന്റെ ഇത്. കാരണം സത്യാവസ്ഥ അതാണ്. അതിപ്പോ നമുക്ക് വരുന്നത് 4-3 വരുന്നുണ്ട്, 5-3 വരുന്നുണ്ട്, 6-4 വരുന്നുണ്ട്, 9-4 വരുന്നുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഓരോ ജില്ലകളിലെ വാതിൽ കട്ടലിന്റെ സൈസ് ഡിഫറെന്റ്, അതിനനുസരിച്ചൊക്കെ ഇത് വരുന്നുണ്ട്. അതെ തീർച്ചയായിട്ടും. അപ്പൊ ഇതിന് നമ്മള് റേറ്റ് പറയുകയാണെങ്കിൽ ഏകദേശം എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ്? ഇത് നമ്മളിപ്പോ പിന്നെ 3050 മുതലാണ് ഇപ്പൊ അതിന്റെ റേറ്റ് വരുന്നത്. 3050 3050 മുതലാണ് ഇതിന്റെ റേറ്റ് വരുന്നത്.
ഇപ്പൊ അപ്പൊ ഇതാണ് മെയിൻ 2 വുഡ്. ഇനിയിപ്പോ അടുത്ത ആൾ ഇത് ഏതാണ് മരം? അത് ടാറ്റാബു എന്ന് പറഞ്ഞ മരമാണിത്. ടാറ്റാബു. നമ്മളെ രത്തൻ ടാറ്റ ഇറക്കുന്നല്ലോ? അല്ലല്ല അങ്ങനൊന്നും അല്ലത്. ഇത് ശരിക്ക് നമ്മൾ പിന്നെ ടാറ്റാബു, അതുപോലെ വയലറ്റ്, WPL, ഈ മരങ്ങളൊക്കെ വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള മരമാണ്. അതായത് ഇതിൽ വെള്ളമാണ് കൂടുതലുള്ളത്, വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള മരം. അതേ സമയത്ത് ഇരുള്, മർബോ, കൊയില ഇങ്ങനെയുള്ള മരങ്ങൾ ഓയിൽ കണ്ടന്റ് ഉള്ള മരങ്ങളാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഈ വാട്ടർ നമ്മൾ ഈ വെയിലത്ത് വെള്ളക്കണ്ട് വലിയുമ്പോൾ ഇതിൻ്റെ സ്വഭാവം കുറേശ്ശെ മാറും. അതാണ് ഞാൻ പറയുന്നത് ഈ ഇരുള് ഇതൊക്കെ നമ്പർ 1 എന്ന് പറയാൻ കാരണം. കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. 15 വർഷത്തോളം ഈ ഒരു ഫീൽഡിലുള്ള ആളാണ് ഈ പറയുന്നത്. അപ്പോ ഇതൊക്കെ വാട്ടർ കണ്ടന്റ് കൂടിയ മരങ്ങളാണ്. വാട്ടർ കണ്ടന്റ് ലാറ്റിൻ അമേരിക്കൻ വാട്ടർ കണ്ടന്റ് കൂടിയ മരങ്ങളാണ്. അപ്പോ ഈ ചെതലരിക്കാൻ ചാൻസ് ഉള്ള ഏരിയകളിൽ കഴിയുന്നതും ഒഴിവാക്കുക, കഴിയുന്നതും അത് എടുക്കുന്നതാണ് ആയിരിക്കും ഉചിതം. അപ്പോ ഈ മരമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ റേറ്റ് ഏകദേശം എങ്ങനെ വരുന്നുണ്ട്? ഇത് ഇത് ഒരു 2 മാസം മുമ്പ് വരെ റേറ്റ് കുറവായിരുന്നു. ഇപ്പൊ എന്താ പറഞ്ഞാൽ ഇപ്പൊ കണ്ടെയ്നർ റേറ്റും അതിന് അനുയോജ്യമായ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടി റേറ്റ് കൂടി. ഇപ്പൊ ഈ ഉക്രൈനിലും ഒക്കെ യുദ്ധം നടക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇതിന് ഇപ്പോൾ 2500 മേലായി, 2600 രൂപ, 2550 ആ റേറ്റ് വന്നിട്ടുണ്ട്. അതും പിന്നെ ഇത് ഒരു 2 മാസം മുമ്പ് വരെ 2300 കൊടുത്തിരുന്ന സാധനമാണ്. ഇത് അമേരിക്കക്കാരനാട്ടോ, അമേരിക്കയിൽ നിന്ന് വരുന്ന സാധനം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് അടുത്ത ആള് അല്ലേ? ഇതൊരു വയലറ്റ് കളറാണല്ലോ. ഇത് നമ്മളിവിടെ പറയുന്നത് വയലറ്റ് എന്ന് തന്നെ അത് പറയുന്നത്. വയലറ്റ് ഇത് ഇംഗ്ലീഷിലാണ് പർപ്പിൾ എന്ന് പറഞ്ഞാൽ വയലറ്റ്, പർപ്പിൾ വുഡ് എന്നാണ് പറയാ ഇതിന്. കളറ് പക്ഷെ അത് വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ. വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉള്ള മരം, നല്ല വെയിറ്റ്. ഇതും ഞാൻ പറഞ്ഞ ഈ തീരദേശ മേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ പോണ മരമാണ് വയലറ്റ്. ഈ മരത്തിന് റേറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയാ? ഇതും നമ്മൾ ടാറ്റാബും ഏകദേശം ഒരേ റേറ്റാണ് വരുന്നത്. 2500 മേലൊക്കെ പോകുന്നത്. 2500, 4-3 ഒക്കെ വരും. 2500, 2550. അതുപോലെ പിന്നെ 5-3, 6 വരുമ്പോൾ അതിന് അനുസരിച്ച് അത് കൂടും ചെയ്യും, റേറ്റ് മാറ്റം വരുന്നുണ്ട്. ഇനി ഇത് കൂടാതെ വേറെ മരങ്ങള് വേറെ നമുക്ക് WPL ഉണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ WPL ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ടീക്ക് ഉണ്ട്, നല്ല ഫോറസ്റ്റ് ടീക്ക് ഉണ്ട്. അതെ ഫോറസ്റ്റ് തേക്ക് ഉണ്ട്. അതെ അതുപോലെ WPL നമ്മൾ അപ്പുറത്താണുള്ളത്. പിന്നെ നാടൻ പ്ലാവ് ഉണ്ട്. പ്ലാവ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നാടനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ മൂവാറ്റുപുഴ ആ ഭാഗങ്ങളിൽ നിന്നുള്ള നമ്മൾ ഉപയോഗിക്കണേ ഇല്ല. നമ്മൾ ഈ ഗോഡുള്ള ഒരു പീസ് പോലും നമ്മൾ വെക്കുന്നില്ല. ഈ പറഞ്ഞ 4-5 മരങ്ങളിൽ ഏതാണെങ്കിലും ഇപ്പൊ കേരളത്തിൽ എല്ലായിടത്തും നിങ്ങൾ സപ്ലൈ ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും ഒരുപാട് പ്രധാനപ്പെട്ട മരങ്ങൾ കണ്ടു. എന്നാലും ഇപ്പോൾ ആളുകൾക്ക് നാടൻ മരങ്ങളൊക്കെ ഒരുപാട് പരിചയമുള്ള ആളുകൾ, സാധാരണക്കാർ അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്ന കുറച്ച് പ്രായം ചെന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെപ്പോഴും ചോദിക്കണതാണ്, നിങ്ങൾ പറയുന്നതൊക്കെ വലിയ VIP മരങ്ങളാണല്ലോ, സാധാരണക്കാർക്ക് അറിയുന്ന മരങ്ങളൊന്നും നിങ്ങൾ സെയിൽ ചെയ്യുന്നില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ചോദ്യം വരും. എന്തൊക്കെയാണ് ഉള്ളത് വേറെ മരങ്ങൾ? അതിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലോ കോസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മരങ്ങളാണ് പിന്നെ കൂടുതലുള്ളത്. ഒന്ന് പിന്നെ ആര്യവേപ്പ്, അതുപോലെ കരിവാക, പിന്നെ വരുന്നത് ഈട്ടി നമ്മൾ കൂടുതൽ ഇവിടെ അങ്ങനെ പോകുന്നതല്ല. ഈ ഭാഗങ്ങളിൽ ഈട്ടി കുറവാണ് ഇപ്പോൾ. പിന്നെ അയിനിപ്ലാവ് നമ്മുടെ അടുത്തുള്ള നാടനാണ് കേട്ടോ. നാടനാണ് അയിനിപ്ലാവ് ഉള്ളത്. അങ്ങനെ ഒരുപാട് എൻ്റെ തോട്ടത്തിൽ ഒരു 12-13 ഐറ്റംസ് മരം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഒരുപാട് ടൈപ്പ് മരം ഇവിടെ ഉണ്ട് കേട്ടോ. അതെ കയനി മുതലുണ്ട്. കയനി എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഇതാണ് കയനി എന്ന് പറഞ്ഞത്. അപ്പോൾ ചില ആളുകൾ ഈ മരങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ പടുമരങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ചെതല പിടിച്ചിട്ട് മരം ഏതും നല്ലതല്ല എന്നുള്ള ഒരു രീതിയിലേക്ക് വരുത്താണ്, അങ്ങനെ ആക്കുകയാണ്. അതുകൊണ്ട് ഈ സ്റ്റീലിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റീലിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, അതിൻ്റെതായ ദോഷമുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്റ്റീല് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, യാഥാർത്ഥ്യമാണ്. പലരും ഈ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ്, മരം പറ്റൂല എന്നുള്ള തെറ്റിദ്ധാരണയാണ്. അവരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അവരോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, സ്റ്റീല് ഒരു രീതിയിലും വീട്ടിന് അനുയോജ്യമല്ല. ഒന്നാമത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു പഴമക്കാരൊരു ചെല്ലുണ്ട്, നമ്മൾ ഇടിമിന്നും കണ്ടാൽ നമ്മൾ അരിയാക്കത്തും മകിനാകുമ്പോൾ ഒക്കെ പുറത്തെടുത്തിടണം. അത് എന്താണ് അതിൻ്റെ കാരണം? അത് ഈ പിന്നെ ഇരുമ്പ് എന്ന് പറഞ്ഞാൽ ഈ മാഗ്നറ്റിനെ ഏറ്റവും പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു സാധനമാണ്. രണ്ടാമത്
നമ്മളിപ്പോൾ ഈ അന്തരീക്ഷം മൊത്തത്തിൽ ചൂട് കൂടി വരുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഈ ഇരുമ്പിൻ്റെ മൊത്തത്തിൽ ഇപ്പോൾ കൂടുതൽ വിൻഡോസാണ് ഇപ്പോൾ നമ്മൾ വീടിനൊക്കെ വരുന്നത്. ഇത്രയും വലിയ വിൻഡോസ് ഈ വീടിനുമ്പോൾ കയറ്റി വെച്ചാൽ ഈ ചുമര് വൈകുന്നേരം ആകുമ്പോൾ ഏറ്റവും പിന്നെ പെട്ടെന്ന് ചൂടിനെ ആകർഷിക്കുന്ന സാധനമുള്ള ഇരുമ്പ്. അപ്പോൾ ഈ പിന്നെ ചൂട് കംപ്ലീറ്റ് ഈ ചുമരുമ്പോൾ കണ്ട് സ്പ്ലഡ് ചെയ്യും വൈകുന്നേരം ആകുമ്പോൾ. പിന്നെ ആ റൂമിൽ കിടക്കാനോ ഒന്നിനും കഴിയാത്തൊരു രൂപമായി വരും. മൂന്നാമത് ഇടിമിന്നൽ നമ്മൾ പറഞ്ഞില്ല, ഇത് ശരിക്കും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോപ്പർ ലിങ്ക് ചെയ്തിട്ട് ചെയ്യണം. മൊത്തം വീടിന് കോപ്പർ ലിങ്ക് ചെയ്ത് അതിനനുസരിച്ച് എർത്തടിച്ച് ചെയ്യുമ്പോൾ ആണിത് ഇത് ചെയ്യുക. പക്ഷേ ഈ ചൂടിന് ഒരിക്കലും നമുക്ക് മാറാൻ പറ്റില്ല. അപ്പൊ ഈ ഇടിമിന്നലിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മള് സ്വാഭാവികമായിട്ടും ഈ ചോദ്യം ഈ മെറ്റൽ വിൻഡോ ആൾക്കാരോട് ചോദിച്ചതാണ്. അപ്പൊ അവര് പറയുന്ന ഒരു ഉത്തരം എന്ന് വെച്ചാൽ ഇപ്പൊ ട്രെയിനുകള്, ബസ്സുകള് ഇതൊക്കെ ഇരുമ്പല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ്. അല്ല, അതിന് നല്ല ഉത്തരമുണ്ട്. ഉണ്ട്. കാരണം ചില ട്രെയിൻ എന്ന് പറഞ്ഞാൽ വളരെയധികം എഞ്ചിനീയേഴ്സ് ഒരുപാട് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒരു പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓടുന്ന സാധനമാണ്. അതിന്റെ കോപ്പർ, അതിന്റെ എർത്തുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പേടിയിട്ടു. അതിന്റെ അത്രയും വലിയ എർത്തുകളാണ് അതിന് കൊടുക്കുന്നത്. ആ ട്രെയിനും കാര്യങ്ങൾക്കും അത്രയും വലിയ എർത്തുകളാണ് അതിന് കൊടുത്ത് പോകുന്നത്. അതന്നെ അതിന്റെ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ എർത്ത് അതിൽ പ്രധാനപ്പെട്ട തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും താഴ്ത്തി കളയണം, അല്ലെങ്കിൽ അപകടം ഉണ്ടാവും. തീർച്ചയായിട്ടും. പിന്നെ മറ്റൊരു ചോദ്യം എന്താ വെച്ചാൽ ഈ ഇരുമ്പൊക്കെ അല്ലെങ്കിൽ മെറ്റൽ കൊണ്ടുള്ള കട്ടില ഇതൊക്കെ റേറ്റ് കുറവാണ് മരത്തേക്കാൾ എന്നുള്ള ഒരു അഭിപ്രായമാണ് പലർക്കും ഉള്ളത്. അതുകൊണ്ടാണ് മരത്തിനൊക്കെ ഭയങ്കര റേറ്റ് ആവും എന്നുള്ള ഒരു, എങ്ങനെയാണ് ഇതിനെ കുറിച്ച് പ്രതികരിക്കുക? അത് പറയുമ്പോൾ സത്യത്തിൽ പറയുമ്പോൾ അത് ചിരി വരികയാണ്. കാരണം വെച്ചാൽ മരം അവർ ഈ എഞ്ചിനീയേഴ്സും അതുപോലെ ഈ പിന്നെ കസ്റ്റമറും കമ്പയർ ചെയ്യുന്നത് ഇരുൾമ വെച്ചിട്ടാണ്. ഇരുളിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് മരമാണ്. ആ മരത്തുമ വെച്ചിട്ടാണ് ഈ ഇരുമ്പിനെ കമ്പയർ ചെയ്യുന്നത്. ഇരുമ്പിനെ ശരിക്കും കമ്പയർ ചെയ്യേണ്ടത് അയിനിപ്ലാവോ കൈനിയാണ്. അയിനിപ്ലാവിലെ കൈനിമലാണ് ഇരുമ്പ് ശരിക്കും കമ്പയർ ചെയ്യേണ്ടത്, ഇരുമ്പിനെ കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഏതാണ് എൻ്റെ പോസിറ്റീവ് എന്നുള്ളത്. കാരണം ഇരുമ്പായിരിക്കും കൂടിക്കുക. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ എല്ലായിടത്തും പറയുന്നത് ടാറ്റൻ്റെ സ്റ്റീലാണ് കൊടുക്കുന്നതെന്ന്. ഒരിക്കലും ഞാൻ പറയുന്ന ടാറ്റൻ്റെ സ്റ്റീൽ നമ്മളിവിടെ കണ്ടിട്ടേ ഉണ്ടാവില്ല. കാരണം ആ റേറ്റിന് ടാറ്റൻ്റെ സ്റ്റീൽ കൊടുക്കാൻ സാധിക്കില്ല. അതെ, കുറഞ്ഞ റേറ്റ് കൊടുക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണോ? നമ്മൾ അവിടെ അടുത്ത് തന്നെ, നമുക്ക് അവിടെ നിന്ന് സന്ദർശിക്കാം. അവിടെ നിന്ന് പോയിട്ട് നമ്മളെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പൊ ഇതാണ് നമ്മളെ ഷെഡ് അല്ലേ? ഇവിടെ ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റിലുണ്ട്? ഇതൊരു 7500 സ്ക്വയർ ഫീറ്റ് ഷെഡും നമ്മളെ ഷോറൂമും കൂടി ഉണ്ട്. ഇവിടെ കാര്യമായിട്ട് എന്തോ വർക്ക് നടക്കുന്നുണ്ടല്ലോ? അത് നമ്മളെ വർക്കിംഗ് കംപ്ലീറ്റ് നടക്കുന്ന ഇവിടെ ഉള്ളോ? ഇവിടെയാണ് ഒരു അടിപൊളി വമ്പൻ കട്ടിലാണ് കാണുന്നത്. അതെ. ഇതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ക്വാളിറ്റി വുഡ് എന്ന് പറഞ്ഞില്ല. ഫസ്റ്റ് ക്വാളിറ്റി നമ്മൾ ഇരുളുണ്ട്. തേക്കിന്റെ ഫിനിഷ് പോലെ തോന്നുന്നുണ്ട്. അതെ അതാണ് അതിന്റെ പവർ. ഇരുളാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. അതെ നല്ല വലുപ്പമുണ്ട്. ഞാൻ കേട്ടെ, ആർക്കും കേറി വലുപ്പത്തില് നല്ല. ഇത് എത്രയാണ് സൈസ് വരുന്നത്? ഇത് 120 സെന്റിമീറ്റർ വീതിയും 2.10 വീതി ഉയരമാണ്. സൈസ് 9 വീതിയും 4 ഇഞ്ച് കനവും. 9.4 എന്ന് പറയും. 9.4 എൻട്രൻസിലൊക്കെ ഗ്രാൻഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു സൈസ് ആട്ടോ അത്. അതെ തീർച്ചയായിട്ടും. ഓക്കെ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടുന്ന് പോകുന്നുണ്ട്. ഇതുപോലെ ഇപ്പൊ കേരളത്തിന്റെ ഏത് ഭാഗത്തും നിങ്ങൾക്ക് വീട്ടില് ഇതുപോലെ മരം വെച്ചിട്ട് വിൻഡോ അല്ലെങ്കിൽ വാതിൽ വേണമെങ്കിൽ നിങ്ങളെ ബന്ധപ്പെട്ടാൽ നടക്കും. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ആ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അതെ. ഓക്കെ, അപ്പോ ഇനി എന്തൊക്കെയാ ഇവിടെ നടക്കും? ഇവിടെ ഒരുപാട് സംഭവം, ജനലാണെങ്കിലും ഒക്കെ ഇതിന്റെ കൂടെ. അതെ ഇതിന്റെ കൂടെ തന്നെ എല്ലാ വർക്കും ജനൽ പൊളികള്, അതുപോലെ കട്ടില, പിന്നെ ഈ ഇന്റീരിയർ വർക്ക് വേണമെങ്കിൽ അതും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, മരത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള 1-2 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ വീഡിയോയിൽ കമന്റ്സിൽ ചോദിച്ച 1-2 ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. മരമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ്. അതിൽ പ്രധാനമായിട്ട് ഒരു ചോദ്യം, ഈ ബബൂൾ മരം എന്നുള്ള ഒരു മരത്തിനെ കുറിച്ച് ചോദിച്ചിരുന്നു. എന്താണ് ബബൂൾ മരം? സത്യം പറയാൻ എനിക്കറിയില്ല. ബബൂൾ മരം എന്ന് പറഞ്ഞാല് അത് ഈ കരിവേലകം എന്നാണ് ഇവിടെ പറയുന്നത്. ബബൂളിന് അത് നമ്മളെ അവിടെ ഉള്ളൊരു നയമാണ്. അത് ഈ പിന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന മരമാണത്. അത് ഒരു സന്ദർഭത്തിൽ അത് ഭയങ്കരമായിട്ടുണ്ട് കൂടി. കാരണം ലോ കോസ്റ്റ് മരമാണ്, ചെലവ് കുറവാണ്. പിന്നെ 1000 രൂപയെ അതിന് ക്യൂബിക്കിന് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആളുകൾ അതിന്മേലേക്കാണ്ട് കയറി കുറച്ചു കാലം.
എന്തൊന്നുമില്ലാത്ത അതാണ് നമ്മൾ മരഫീൽഡിൽ തന്നെ ഒരു മൈനസ് പോയിന്റ് വരാൻ കാരണം. എന്താ പറഞ്ഞാൽ അത് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെതിൽ പിടിക്കും. കാണാൻ കുഴപ്പമില്ലാത്തൊരു ഇവിടുത്തെ ഈ കരിവാഹനം പോലൊക്കെ ഒരു മരമാണത്. കാണാൻ വലിയ കുഴപ്പമില്ല. പക്ഷെ അത് നമുക്ക് നിർമ്മിക്കാൻ തന്നെ പറ്റില്ല. ഞങ്ങൾ ആ സാധനം ഒഴിവാക്കി. ഒരു ചോദ്യം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചപ്പോൾ ഇതുപോലെ ഇരുളൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ഒരുപാട് പരിചയപ്പെട്ട വുഡൊക്കെ ഇമ്പോർട്ടഡ് ആണ്. ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ഈ കള്ളക്കടത്ത് നടത്തിയിട്ടുള്ള മരങ്ങളാണോ എന്നാണ് ഒരാൾ ചോദിച്ചത്. അതേപോലെ ചോദിച്ചെന്നുള്ളൂ. അതിന് പറയാൻ എളുപ്പമുണ്ട്. ഈ മരങ്ങളൊന്നും ഇതൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓരോ നാടുകൾക്ക് ഓരോ രീതികളുണ്ട്. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അവിടുത്തെ ഗവൺമെന്റിൻ്റെ ലേലം വിളിച്ചെടുത്തിട്ട് അത് കുറേ പ്രൊസീജിയർ ഉണ്ട് അതിന്. അത് ഈ സാധനം സൈസാക്കി ഇവിടെ വരുമ്പോഴത്തിന് ഒരുപാട് എൻ്റെ നോട്ടത്തിൽ 1.5 കൊല്ലം പോലെ ഇത് മരം വെട്ടിയിട്ട് അത് ലേലം ചെയ്ത് പിന്നെ അതിൻ്റെ പ്രോസസ്സിലേക്ക് നീങ്ങി അവിടുന്ന് പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം 1.5 മാസം 2 മാസം എടുക്കും അത് കണ്ടെയ്നർ കയറണമെന്നുണ്ടെങ്കിൽ. ഇത് കണ്ടെയ്നർ കയറുമ്പോൾ ഇരുളൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ കയറി അവസാനത്തെ പീസ് കയറ്റിയതിൻ്റെ ശേഷം അതിന് ഒരു ലോക്ക് ഇടാണ്ട് ആ ലോക്ക് ഇട്ടതിൻ്റെ ശേഷം അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇവിടുന്ന് ഇറങ്ങിപ്പോവുള്ളൂ. അതാണ് അതിൻ്റെ ഫുള്ള് ലീഗലായിട്ടാണ്. പുറം നാടുകളിൽ നിന്ന് ഒരിക്കലും ലീഗൽ അല്ലാതെ കൊണ്ടുവരാൻ സാധിക്കില്ല. രണ്ടാമത് ഇവിടെ വന്നാൽ നമ്മളെ പോർട്ടൽ ഒരിക്കലും ലീഗൽ അല്ല, അതിന്റെ പേപ്പർ ഉണ്ടാവില്ല. വരാൻ പോകുന്നത് അല്ലാതെ നമുക്ക് ഇവിടെ കടപ്പുറത്ത് വരുന്ന ഇറക്കി കൊണ്ടുവരാൻ സാധനമല്ലല്ലോ. സിനിമയിലൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക റിയാലിറ്റി വേറെ തന്നെയാണ്. പിന്നെ അപ്പൊ 2 ചോദ്യം ചോദിച്ചു. മൂന്നാമത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ നാടന്മാരൊരു ചോദ്യമാണ്. ഈ വാവിന്റെ ദിവസം മുറിച്ച മരം പെട്ടെന്ന് ചെതല് പിടിക്കും എന്നൊക്കെ പറയുന്ന പോലെ എന്താണ് ഓരോരുത്തർക്കും ഒരു അഭിപ്രായം, നിങ്ങളെ ഒരു എക്സ്പീരിയൻസ് വെച്ചൊരു അഭിപ്രായം ചോദിക്കാം. തീർച്ചയായിട്ടും നമ്മൾക്കത് പറയാനുള്ളത് അത് നമ്മളെ നാട്ടിലെ അത്രയും സംസാരങ്ങളേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ നാടന്മാരിൽ പറയുന്നത് കേട്ടിട്ടുള്ളത് നമ്മൾ പ്ലാവ് മുറിക്കുമ്പോൾ വാവ് നോക്കുന്ന ഈ ചക്ക കായ്ക്കുന്ന സമയത്ത് മുറിച്ചു കഴിഞ്ഞത് ഇളമിക്കെന്ന് പറയുന്നുണ്ട്. അത് പ്ലാവിന്റെ കാര്യത്തിൽ അത്ര ഉള്ളൂ, അല്ലാതെ മറ്റുള്ള മരങ്ങളിൽ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. പിന്നെ തന്നെയല്ല ഈ ഇരുളെന്നൊന്നും പറഞ്ഞാൽ അത് കായ്ഫലം ഉണ്ടാകുന്ന സാധനമല്ല. അത് ഒന്നാകെ നീളത്തിലാണ്ട് പോകണേ, എത്രയും ദൂരത്ത് പോയിട്ട് മേലെ പോയിട്ട് 4 ചില്ലായി നിൽക്കുന്ന മരമാണ് ഇരുള്, മർബോ, കൊയിലോ എന്ന് പറഞ്ഞ മരം. ഓക്കെ, അപ്പൊ വീട് പണിക്ക് ഏറ്റവും അനുയോജ്യ മരങ്ങൾ ഇതൊക്കെ തന്നെ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യും, വാട്സപ്പിലാണെങ്കിലും കോളിലാണെങ്കിലും. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു വീടിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. വെൽക്കം.